ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ബാക്കി വന്നിട്ടുള്ള ഒരു അരപ്പിടി ചോറ് കൊണ്ട്, അത് എന്ത് തരം ചോറാണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, എങ്കിൽ ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം ഉള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേദിവസം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് അത് ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തന്ന പിറ്റേ ദിവസം ഇതുപോലെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോറ് ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇനി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചോറ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് ചോറ് തന്നെ, ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഞാൻ ബാക്കിയുള്ളത് പറയാം. അപ്പോൾ 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ചോറിന് 1/2 ലിറ്ററോളം ഉള്ള പാലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്കത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 ലിറ്ററോ 1 ലിറ്ററൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ ഒരു കണക്കിലെടുക്കുന്നു. കാരണം ഇത് ഒത്തിരി അങ്ങ് മധുരം കഴിക്കാനും കൊള്ളത്തില്ലല്ലോ, ഒരു പേരിനൊക്കെ കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ച് വരണ്ട, ചെറിയ ചെറിയ തരികളോട് കൂടെ തന്നെയാണ് നമ്മളിത് അരച്ചെടുത്ത് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്, ചെറുതായിട്ട് ആ സ്പൂണിൽ തരികളൊക്കെ കിടക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അല്ലാതെ മുഴുവനായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് ചോറാണെന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്കതൊരു അസ്വസ്ഥത വരും. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെറുതായിട്ട് തരികളോട് കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനകത്ത് നമുക്ക് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള കശുവണ്ടിയോ മുന്തിരിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കശുവണ്ടിയേക്കാളും ഇതിനകത്ത് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കപ്പലണ്ടിയാണ്. അപ്പോൾ അല്പം ഉപ്പൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി ഒന്ന് വറുത്ത് കോരാം. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കശുവണ്ടിയാണ് ചേർക്കേണ്ടത് എന്നുണ്ടെങ്കിൽ കശുവണ്ടി ചേർക്കാം. പക്ഷേ കശുവണ്ടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പായസത്തിൻ്റെ ഒക്കെ പോലെ ആ ഒരു ഫ്ലേവറിലോട്ട് അങ്ങ് മാറും കശുവണ്ടിയൊക്കെ. അപ്പോൾ അതിന് പകരം ഈ ഒരു കപ്പലണ്ടി ഒന്ന് ചേർത്ത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ കപ്പലണ്ടി വറുത്ത് കോരി ഇനി ഉണക്കമുന്തിരിയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉണക്കമുന്തിരിയും കൂടെ റെഡിയാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേറെ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ചേർത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു പാത്രത്തിലോട്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചോറിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിന് ആ ഒരു നല്ല കട്ടിയായിട്ടൊക്കെ വരാൻ തുടങ്ങും, നല്ല തിക്കായിട്ട്. ഇത് പായസം പോലെ ഇങ്ങനെ ഇച്ചിരി വെള്ളം പോലെയല്ല ഇരിക്കേണ്ടത്, നല്ല തിക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ചേർക്കുക. ഞാനിവിടെ 1/4 കപ്പിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് കുറവാണെന്ന് മിക്കവർക്കും അത് കുറവായിരിക്കും. ഇവിടെ മധുരത്തിനോട് വലിയ പ്രിയമില്ല, ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ ഇവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മധുരത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഈ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ചേർക്കുന്നത് ഏലക്കയാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 2 ഏലക്കയുടെ കുരു ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ, ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കേണ്ട പാലെന്ന് പറയുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ഒരു പാല് ഇതിൻ്റെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാലിൻ്റെ അളവൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും, അതായത് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. അല്പം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ തരികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിനകത്തോട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് വെളുത്തിങ്ങനെ ഇരിക്കേണ്ട എന്ന് ഓർത്തിട്ട് ചെറിയൊരു മഞ്ഞ കളർ, ഒരു കസ്റ്റർഡിനൊക്കെ നമ്മളൊരു മഞ്ഞ കളർ, ഒരു ലൈറ്റ് മഞ്ഞ കളറൊക്കെ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും ചേർക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ പാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച ക്വാണ്ടിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇതും പോരാ, കുറച്ചും കൂടെ നമുക്കൊരു 2 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പം അങ്ങനെ നമ്മുടെ മധുരം ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി ചോറ് ബാക്കി വരണമെന്നൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറിൽ നിന്ന് ഒരു അരപ്പിടി ചോറ് വെച്ചിട്ടും ഒരു 1/2 ലിറ്റർ 1/4 ലിറ്റർ പാല് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം മോഡ് ഓഫ് ചെയ്തു. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, കണ്ടില്ലേ നല്ല കുറുകിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പാട കെട്ടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ചൂട് മാറും ചെയ്യും, പാട കെട്ടത്തുമില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ നോക്കിക്കേക്ക് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെയുള്ള തരികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് ഇനി ഇത് പൊന്നീരി വെച്ചിട്ടോ മട്ടരി വെച്ചിട്ടോ ജയരി വെച്ചിട്ടോ ഏത് റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ കഴിക്കാം. ഒന്ന് ചെറു ചൂടോടെ കൂടെ കഴിക്കാം. അതിനേക്കാളും ഏറ്റവും സ്വാദുള്ളത് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 30 മിനിറ്റ് അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അടിപൊളി സ്വാദെന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാനിതൊരു ഗ്ലാസ് ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കപ്പലണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും, അതും ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനത് എടുത്ത് പറയാണ്. അതുകൊണ്ട് ഇത്ര ചേരുവകളെന്നല്ലേ പറഞ്ഞുള്ളൂ, കണ്ടോ ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നണ്ട. അത് നമ്മൾ ആ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു എന്താ പറയുക, അത് നല്ല രീതിയിൽ വന്നാലല്ലേ നിങ്ങൾക്കും ഇഷ്ടാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വീട്ടിലുള്ള ബാക്കി വന്ന ചോറ് കൊണ്ടാണെന്നുള്ള കാര്യം മറക്കണ്ട, അത്രയും സ്വാദാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.